ഇന്ന് സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ. സോ ഇന്ന് രാവിലെ ഞാനിന്ന് പോയത് ചേച്ചിയുടെ കൂടെ സ്കൂട്ടിയിലാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഡ്രൈവർ ലേറ്റ് ആകുമ്പോൾ ഞാൻ ചേച്ചിയുടെ കൂടെ പോകാറുണ്ട്. അപ്പോൾ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓരോ കുട്ടികളിങ്ങനെ ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ KG2 ആദ്യ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള ഗിഫ്റ്റാണ്. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഡ്രോയിങ്സ് ഒക്കെ വെച്ചിട്ട് കട്ടൗട്ട്സ് ഒക്കെ ചെയ്തിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു. അതുപോലെ ഇത് നഴ്സറിയിലെ വിഹാൻ അദർവ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെയാണ് കേട്ടോ. വേറെയും കുട്ടികൾ ഫ്ലവേഴ്സും ചോക്ലേറ്റ്സൊക്കെ കൊണ്ടുവന്നു. ഞാൻ ഇത് രണ്ടുമാണ് കാര്യമായിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ ഈ കുട്ടി കൊണ്ടുവന്നതും വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു. നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വളരെ നല്ല രസമുള്ളൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാനും സ്കൂളിൽ എൻ്റെ ടീച്ചിങ് സ്റ്റാഫിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്ന് റാപ്പ് ചെയ്തിട്ട് ഞാൻ ഓർത്തില്ല, വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തില്ല. ഞാനങ്ങ് കൊടുത്തു. ജസ്റ്റ് ഒരു ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അത് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ലൈറ്റായിരുന്നു, ഒരു ഫാൻസി ഇതുപോലത്തെ ഒരു ലൈറ്റായിരുന്നു ടീച്ചേഴ്സിന് വാങ്ങിച്ചിട്ടുള്ള. എല്ലാവർക്കും സെയിം ഗിഫ്റ്റ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10:45 എനിക്ക് വെള്ളായണിയിൽ ഒരു ഇനാഗുറൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സോ അങ്ങോട്ടേക്ക് പോയതാണ്. സോ ഇതാണ് സുബാങ്കി എന്ന് പറയുമ്പോൾ എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ മദറാണ്. സോ അവരും ഇവിടെ വെള്ളായണിയിലൊരു പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രീ സ്കൂളിൽ ഡ്രോയിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ള സെയിം സാറ് തന്നെയാണ് വർക്ക് എവിടെയും ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ വടയൊക്കെ കഴിച്ചു, നല്ല കേസരിയൊക്കെ ഉണ്ടായിരുന്നു. അവർ ബേസിക്കലി തമിഴിയൻസാണ്. സോ അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ രാവിലെ ഞാൻ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ബുൾസയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് ചാല മാർക്കറ്റിലേക്കാണ് കേട്ടോ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഓണത്തിൻ്റെ കുറച്ച് ചെറുപിടി സാധനങ്ങൾ മേടിക്കണമായിരുന്നു. പിന്നെ നമുക്ക് ദ റോയൽ ബോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെയർ ആക്സസറീസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നുണ്ട്. സോ അതിൻ്റെ ഓണം കളക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് സ്കൂളിൽ സ്പോർട്സ് ഡേയുടെ കുട്ടികൾക്ക് വിന്നേഴ്സിന് കൊടുക്കാൻ ട്രോഫി മേടിക്കണമായിരുന്നു. ആക്ച്വലി ചാല മാർക്കറ്റ് ഇത് ആര്യശാലയിൽ നിന്നാണ് ഇത് മേടിക്കുന്നത്. ഫുൾ അലഞ്ഞ് നട്ടിച്ച വെയിലിൽ ഫുൾ അലഞ്ഞിട്ടാണ് എല്ലാം മേടിക്കാൻ പറ്റിയത്. അങ്ങനെ അത്യാവശ്യം ഞങ്ങൾ എല്ലാ കുട്ടികൾക്കും പ്രൈസ്, അന്ന് വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും പ്രൈസ് കൊടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും മേടിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെയുള്ള നമുക്ക് ബൾക്ക് പർച്ചേസിനൊക്കെ എപ്പോഴും ഈ ഒരു ഏരിയ നല്ലതാണ്. നമുക്ക് അത്യാവശ്യം റീസണബിളായിട്ട് കിട്ടും. അപ്പോഴേക്കും എനിക്ക് സോഫി സർപ്രൈസായിട്ട് ടീച്ചേഴ്സ് ഡേ ഗിഫ്റ്റായിട്ട് ഫ്ലവേഴ്സ് വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പോൾ സോഫിയുടെ കുട്ടിയും നമ്മുടെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. സോഫി നമ്മുടെ മുന്നുണ്ടായിരുന്ന ഡ്രൈവറിൻ്റെ വൈഫാണ് കേട്ടോ. സോഫിയാണ് എനിക്ക് ഇൻസ്റ്റഗ്രാം റോയൽ ബോസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അങ്ങനെ വീട്ടിൽ വന്നു, ഈ റോസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെയുള്ളൊരു വളരെ ബിസി ആയിട്ടുള്ള ഡേ ആണ്. ഇന്നത്തെ ഡേ തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യണം കേട്ടോ. സോ ഇതാണ് ഞാൻ എൻ്റെ മക്കളുടെ ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ്. സോ ബൈ.